ഹായ്, സരിതയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. സരിത നല്ലൊരു ആക്ട്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. ഏതോ ഒരു സിനിമയിൽ ഒരുപാട് ഫീൽ ചെയ്ത ഒരു കഥാപാത്രം അവരെ പോലെ പെർഫെക്റ്റ് ആയിട്ട് മറ്റൊരാളത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഹസ്ബൻഡ് അട്രോസിറ്റിയെ പറ്റി, ഫസ്റ്റ് ഹസ്ബൻഡ് അട്രോസിറ്റിയെ പറ്റി ഇട്ടുള്ളത് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ഒരു സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിം സ്റ്റോറിയാണ് മുകേഷിനെ പറ്റി പുള്ളിക്കാരത്തി ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ എന്ത് കാര്യം, എന്താ പ്രയോജനം? സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്ത തരത്തിലൊരു എന്താ പറയുക, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊരു ടേമിൽ സംസാരിക്കുന്ന പോലെ തന്നെ. മുകേഷിനെ പറ്റി നല്ല അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് ആ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിനെ പറ്റി വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. മീ ടു ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് മുകേഷിൻ്റെത് തന്നെയാണ്. പിന്നെ ഹേമ കമ്മീഷൻ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു വെച്ച് പറയുന്നതും അയാളെ തന്നെയാണ്. അത്യാവശ്യം സമ്മതിക്കുന്നുണ്ട് ആളൊരു കോഴിയാണ് എന്നുള്ളത്, അതൊന്നും തർക്കമില്ല. നല്ല പിന്നെ അത്യാവശ്യം ഫേമസ് ആയ ആൾക്കാരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ട് പോലും പുള്ളിക്കാരൻ്റെ കൈയിരിപ്പ് വെറും ചീന കൈയിരിപ്പാണെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ അതുകൊണ്ട് സരിത പറയുന്നതെല്ലാം കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പെണ്ണിന് ഏറ്റവും ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഫിനാൻഷ്യലി നല്ല സൗണ്ടായിരുന്നു സരിതയുടെ ഫസ്റ്റ് മാരേജ് തന്നെ ബ്രേക്കായി. സെക്കൻഡ് മാരേജാണ് മുകേഷുമായിട്ടുള്ളത്. മുകേഷുമായിട്ട് ജീവിക്കുന്ന സമയത്ത് മുകേഷിൻ്റെ അടുത്ത് നിന്ന് ഇത്രയധികം മോശമായ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ അവൾ ഫേസ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ തോന്നാറുണ്ട്. ആദ്യം തന്നെ പറയാം, പുള്ളിക്കാരത്തി പറയുന്നത് മന്ത്രി വീണ ജോർജ്, പഴയ ഒരു വീഡിയോ ആണിത്. മന്ത്രി വീണ ജോർജ് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് പറയുന്ന കുറേയധികം കാര്യങ്ങൾ എനിക്ക് സത്യത്തിലൊരു കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, സരിത പറയുന്നത് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമെന്നാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടിട്ടിരിക്കുമ്പോൾ. ഇത്രയധികം, അതായത് ഗർഭിണിയായിരുന്ന അവരെ തറയിലിട്ട് ചവിട്ടുമായിരുന്നു. ഗർഭിണിയായിരുന്ന അവർക്ക് ഒരു രീതിയിലുള്ള കെയറും കൊടുക്കത്തില്ലായിരുന്നു. അടി കൊണ്ട് താഴെ കിടക്കുന്ന അവരെടുത്ത് കരയുമ്പോൾ അവരോട് പറയും നീ നല്ലൊരു അഭിനേത്രിയാണ് എന്നൊക്കെ പറയും. പിന്നീട് വീണ ജോർജ് എന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തില്ല? അത് അമ്മാവന് കൊടുത്ത വാക്കാണെന്ന്. അപ്പോൾ അമ്മാവനുമായിട്ടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കുന്ന ഒരു മകനാണെന്ന് അറിഞ്ഞിട്ട് അമ്മാവൻ ഇത് പുറത്ത് പറയരുത്, സഹിച്ചോ എന്ന് പറഞ്ഞെങ്കിൽ ആ അമ്മാവനെതിരെയും പെറ്റീഷൻ കൊടുക്കണം. കാരണം അതൊരു ക്രിമിനലായ മകനെ സപ്പോർട്ട് ചെയ്യാണ്. അവൻ സൈക്കോയാണ്, മെൻ്റൽ ഇഷ്യൂ ആണ്. അയാളെ പിടിച്ച് ജയിലിടുകയും അയാൾക്ക് നല്ല പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, അമ്മാവനുൾപ്പെടെ. അതൊക്കെ ടോളറേറ്റ് ചെയ്തിട്ട് ഇപ്പം വന്നിരുന്നിട്ട് ഈ പൊതുസമൂഹത്തോട് ഇത് പറയണത് എന്താണ്? പക്ഷെ ഇതിനകത്ത് ചെറിയൊരു താളപ്പഴം ഉണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവരുമായി പിണങ്ങി മാറി താമസിക്കുകയാണ് മുകേഷ്. ഡിവോഴ്സ് മ്യൂച്വലി കൊടുക്കുകയും ചെയ്തു. അപ്പം മുകേഷ് മ്യൂച്വലി ഡിവോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവർ അട്രോസിറ്റിക്കെതിരെ കൊടുത്ത കേസ് ഇവർ പിൻവലിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഡിവോഴ്സ് കൊടുത്തിട്ടുമില്ല. പിന്നീട് അവരുടെ ഹസ്ബൻഡ് മറ്റൊരു വിവാഹം കഴിക്കുന്ന കേട്ടു. നിങ്ങളത് കേട്ട് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറേ. wanting somebody to take care of me. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. അത് ലോകത്തിൽ ഏത് പെണ്ണാലും അതിനല്ലേ കല്യാണം കഴിക്കുന്നത്. റീസൺ ഇസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ബട്ട് ലോകം അറിയുന്ന ആ ദിവസം തന്നെയാണ് ഞാനും അറിഞ്ഞത്. ടി വിയിൽ കൂടെ ആയിരുന്നു ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത്. ബിക്കോസ് എനിക്ക് ഡൈവോഴ്സ് കിട്ടിയില്ലല്ലോ. ലൈക്ക് 2011 ഞാനായിട്ട് പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് വിതിൻ 6 months ഹി വാസ് ടെലിംഗ് മൈ സൺ, ഇങ്ങനെ വിതിൻ 6 months ഐ ഗോട്ട് ദ ഡിവോഴ്സ്. ഐ ഡോണ്ട് നോ ഹൗ എ പേഴ്സൺ ക്യാൻ ഗെറ്റ് എ ഡിവോഴ്സ് വിതൗട്ട് മൈ നോളജ്. ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ. 2011 വിവാഹമോചന ഹർജി പിൻവലിച്ചത് എന്തിനാണ്? ഇറ്റ് വാസ് എ മ്യൂച്വൽ കൺസെൻറ്റ് ആയിരുന്നു. ഞാൻ മ്യൂച്വൽ കൺസെൻറ്റ് അങ്ങനെ ടു കൺവിൻസ് ഹിം. I had 2 cases on him, like domestic violenceൻ്റെയും പിന്നെ wanted a divorce. Then he said if അത് പിൻവലിച്ചാൽ മ്യൂച്വൽ കൺസെൻറ്റ് സൈൻ ചെയ്യാം എന്ന്. So he signed മ്യൂച്വൽ കൺസെൻറ്റ്. when സൈൻ ചെയ്ത ശേഷം അത് പിൻവലിച്ച ശേഷം he was not coming properly to the court. So അങ്ങനെ ഞാൻ പിൻവലിച്ചു. എനിക്കിപ്പോഴില്ലെങ്കിലും പിള്ളേർക്ക് പിന്നീട് അച്ഛന് വേണം. ശ്രീ മുകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കണ്ടു, മകൻ പറഞ്ഞു അച്ഛന് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അച്ഛൻ വിവാഹം കഴിക്കണമെന്ന് മകൻ ആവശ്യപ്പെട്ടതായി ശ്രീ മുകേഷ് പറഞ്ഞു കണ്ടു. No man will do that. പാരൻസ് എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്. അതങ്ങനെ മാത്രമാണോ? എനിക്ക് പറയാനത് ashamed ആയിരുന്നു വീണ. I didn't want to share this with anybody. I felt so ashamed of these things can happen to ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കാവോ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ഐ വാസ് ashamed to share with anybody. അപ്പോൾ പ്രസ്സൊക്കെ ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐ ജസ്റ്റ് പ്രിറ്റൻഡ് there's nothing, it's okay, everything is fine. ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ. ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് അഫെയർസ് ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അവൾ എത്രയും സഹിച്ചു എന്ന് എന്തെങ്കിലും ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചതാണ്. എന്തുകൊണ്ടാണ് പോലീസിന് അന്ന് കംപ്ലയിൻറ്റ് ചെയ്യാതിരുന്നത്? ദാറ്റ് വാസ് എ പ്രോമിസ് ഐ മെയ്ഡ്
ടു മൈ ഫാദർ ഇൻ ലോ. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത്. അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പപ്പ് ചെയ്ത് ഞാൻ അവരുടെ വീട്ടിൽ. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവരെന്തിനാ പിന്നെ ഡിവോഴ്സ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നത്? ഫസ്റ്റ് ബേബി ജനിക്കുന്ന സമയത്ത് തന്നെ തല്ലും പിടിയും ഇതുപോലെ വയറിലിട്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്കൊപ്പം പിന്നെ എങ്ങനെ ഇവർ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. നോർമലി ഇത് മിക്കവാറും പെൺകുട്ടികളുടെ ഒരു വാദമാണ്. എന്നെ ഒരുപാട് ഉപദ്രവിക്കും, എന്നെ അടിക്കും, എന്നെ കൊല്ലും, എന്നെ വെട്ടുകുത്തും, പക്ഷെ എനിക്ക് അയാളെ വേണം. അതെന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെ തല്ലുന്നു, പിന്നെ കുട്ടിയെ വയറ്റിലിട്ടിട്ട് കുഞ്ഞിനെ കൊണ്ട് വണ്ടിയിൽ കയറുന്ന സമയത്ത് മുൻപോട്ടെടുക്കുന്നു, വീണ്ടും വീഴുന്നു, അപ്പോൾ കരയത്തില്ല എന്ന് പറയും. എന്തിനാണ് ഈ സാക്രിഫൈസ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനു നിങ്ങളിങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നു? നിങ്ങളെ ഒരു പേഴ്സണായി പോലും അക്സെപ്റ്റ് ചെയ്യാത്ത, തല്ലാൻ കയ്യോങ്ങുന്ന, നിങ്ങൾ ആരുടെയും അടിമയല്ല. അങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് മുൻപോട്ട് പോകണമെന്ന് നിങ്ങൾ എന്തിനു ശഠിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പലപ്പോഴും പറയുമ്പോൾ പലരും പറയും കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ വേണ്ടേ, കുട്ടിക്ക് അച്ഛനെ വേണ്ടേ എന്ന് ചോദിക്കും. ഈ കുട്ടിക്ക് അച്ഛൻ ഇതുപോലെ വന്ന് ഡെയിലി അടിച്ചാൽ കുട്ടിക്ക് അമ്മയെ വേണ്ടേ? കുട്ടി നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കണം എന്നുള്ളത് കുഞ്ഞിൻ്റെ അവകാശമല്ലേ? ആ കുഞ്ഞിൻ്റെ അവകാശ നിഷേധമല്ലേ ആ നടക്കുന്നത്? അതിനെപ്പറ്റി എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? തനിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് ഈ സൊസൈറ്റി. തനിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ പല രീതിയിൽ മോശവർത്താനം പറയും, അത് കേൾക്കേണ്ടി വരും എന്നുള്ളൊരു വെപ്രാളം കൊണ്ട് പല സ്ത്രീകളും എടുത്തു ചാടി മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓക്കെയാണ്, 100% കംഫർട്ടാണെങ്കിൽ മറ്റൊരു പാർട്ട്ണർ തെറ്റല്ല. പക്ഷേ ആദ്യത്തേനേക്കാൾ വലിയതാണ് അടുത്ത മുരുക്കെങ്കിൽ പിന്നെന്ത് ചെയ്യും? അപ്പോൾ ആലോചിച്ചത് എടുക്കേണ്ട തീരുമാനമാണ്. സ്ത്രീകൾ തനിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് സിംഗിൾ പേരൻറ്റിങ്ങിൻ്റെ മോശമെന്ന് പറയാമോ? സാധാരണ 2 പേരൻറ്റും കൂടെ വളർത്തുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് സിംഗിൾ പേരൻറ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വസ്തുത. എവിടെയാണ് ഈ പാളീച്ച വരുന്നത്? സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയാണോ? സെൽഫായിട്ട് ഏൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? മടിയാണോ? എന്താണെന്ന് സ്വയം പെണ്ണുങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. സരിത മോഡലിൽ നമ്മുടെ കൂടെ ഞാൻ മുമ്പ് കുറേ ദിവസം എടുത്തൊരു പുള്ളിക്കാരത്തി ഈ സരിത മോഡലായിരുന്നു. സെയിം തിങ്. അയാൾ കൊള്ളില്ല കേട്ടോ, മഹാപഴയാ. അയാളെന്നെ ഉപദ്രവിക്കും, അയാളെന്നെ അടിക്കും, എൻ്റെ മോളെ പറ്റി മോശം പറയും, പക്ഷെ എനിക്ക് അയാളെ വേണം. അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ മാത്രം അയാളുടെ പരാതികളും അയാളുടെ കുന്തവും കൊണ്ടുവരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥിതികളുണ്ട്. എന്തുകൊണ്ട് പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല? എന്ത് കോംപ്രമൈസ് ചെയ്യുന്നു? കൊച്ചിൻ്റെ അച്ഛനായതുകൊണ്ടാണ്. ഇത്തരത്തിൽ പറയുന്ന പെണ്ണുങ്ങളോട് എനിക്ക് തീർത്തും പുച്ഛമാണ്. ഒന്നുകിൽ നിങ്ങളെ ഹറാസ് ചെയ്തതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഇനി ഒരു പെൺകുട്ടിയെ ഹറാസ് ചെയ്യാൻ കഴിയാത്തവണ്ണം അയാളെ പണിഷ് ചെയ്യുക, ആൻഡ് ദെൻ ക്വിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ആ റിലേഷൻഷിപ്പുമായി നിങ്ങൾ മുൻപോട്ട് പോകരുത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ തല്ലില്ല, മോശം പറയില്ല, പക്ഷെ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ പരമമോശമായി പറയുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആപ്റ്റേ അല്ല. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ടോർച്ചറിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കും അത്. പല വീടുകളിലും കാണുന്ന ഒരു സംഗതിയാണ്. മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താണ് രണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ ജീവിച്ചു തീർക്കുന്നത്. എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു ലൈഫല്ലേ ഉള്ളൂ. അത് നന്നായി സ്വസ്ഥമായി ജീവിച്ചു പോകുന്നതല്ലേ നല്ലത്. എന്ന് കരുതി ഉടനെ അയാളെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇറങ്ങി ഓടണം എന്ന് ഞാൻ പറയുന്നില്ല. കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിൽ പുള്ളി തിരിച്ചു വരുമെങ്കിൽ ആണായാലും അതെ പെണ്ണായാലും അതെ, ടൈം കൊടുക്കുക. 1 ടൈം 2 ടൈം, അതിന് മുകളിൽ കൊടുക്കാനേ പാടില്ല, ഒരു ചാൻസേ കൊടുക്കാൻ പാടില്ല. അടി കൊള്ളേണ്ടവളാണ് താനെന്നും ഭരിക്കപ്പെടേണ്ടവളാണ് താനെന്നുമുള്ളൊരു ധാരണ പെൺകുട്ടികൾക്കുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇന്നലെ പോയിരുന്ന ഒരു വീട്ടിലും ഇതേ സംഗതി തന്നെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടിയുടെ പ്രശ്നം തന്നെയാണ്. കുഞ്ഞിന് മനസ്സിലായി ഞാൻ ഉപയോഗിക്കപ്പെടുകയാണ്, എന്നടുത്ത് ഒരു കെയറുമില്ല, എനിക്ക് യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനുമില്ല, ഞാൻ ജസ്റ്റ് ഒരു അടിമ മാത്രമാണ്, ഉപയോഗിക്കപ്പെടാനുള്ളൊരു മെറ്റീരിയൽ മാത്രമാണ്. അപ്പോൾ പെങ്കൊച്ചിന് മനസ്സിലായി. സോ നോർമലി ആ കുട്ടി മറ്റൊരു ജോലി തേടി ഇറങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ സ്നേഹം കൊണ്ട് പുള്ളിക്കാരൻ വരിക, കുഴപ്പമില്ല, അപ്പോൾ ഭയങ്കര സ്നേഹമാണ്. ആ ഏജ് കഴിഞ്ഞപ്പോൾ അയാളുടെ റിയൽ ഫേസ് റിവീൽ ആവുകയാണ്. 35 ആണ് ഒരു ലിമിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ഉദ്യോഗം പ്രാക്ടിക്കൽ അല്ല. അപ്പോഴും തോൽക്കാതെ വീണ്ടും ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഫേം ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും അയാൾ പഴയ രീതിയിലേക്ക് വരികയാണ്. നിങ്ങളിങ്ങനെ ചാൻസ് കൊടുത്ത് ജീവിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ എന്തിനിങ്ങനെ ചാൻസ് കൊടുക്കാൻ നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഏബിളാണ്, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ സ്വയം ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്.
ഒരാൾക്ക് അടിമപ്പെട്ട് അയാൾ പറയണ മുഴുക്കെ കേട്ട് അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ട് അല്ല അയാളുടെ മക്കളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ കളയുകയാണ് ചെയ്യുന്നത് ഇതിൽ കൂടെ എന്ന് എനിക്ക് മനസ്സിലായിട്ട്. സരിത വിഷയത്തിൽ എനിക്ക് സരിതയുടെ അടുത്ത് ഒരു ലേശം പോലും ഒരു കൺസിഡറേഷൻ ഒരു ഇത് തോന്നിയിട്ടില്ല. അതിൻ്റെ റീസൺ മറ്റൊന്നല്ല, നമുക്ക് വേണ്ടാത്ത ഒരാൾ വേറെ ആരുമായിട്ട് ജീവിക്കേണ്ട എന്നൊരു ടൈം ശരിയല്ല. അവർക്ക് വേണ്ടെങ്കിൽ പോയി പഠിച്ചോട്ടെ, ആർക്കൊപ്പം പോയി ജീവിക്കട്ടെ, അനുഭവിച്ച് പഠിച്ചോട്ടെ. ആ പെണ്ണ് നമ്മൾ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ചില പെൺകുട്ടികൾ വീട്ടിൽ നടന്ന ഹറാസ്മെൻറ്റ്, അയാളൊരു ദുഷ്ടനാണ് അല്ലെങ്കിൽ ഇതുപോലെ തല്ലുന്ന ഒരുത്തരാണ്. ഗർഭിണിയായ ഒരുത്തെ തല്ലുക എന്ന് പറഞ്ഞാൽ ക്രിമിനലിൻ്റെ അങ്ങേയറ്റവും. അപ്പോൾ അയാളെ പറ്റി പുറത്തേക്ക് പറയേണ്ടതൊരു ഉത്തരവാദിത്തമാണ്. ഒരടി രണ്ടടി ആണെങ്കിൽ ഓക്കെ, വേണ്ട അതങ്ങ് വിട്ടേക്കാം. പക്ഷേ ഇത്രയധികം വൾഗറായി ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി അനവസരത്തിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്നത് കൊണ്ട് എന്താണ് ലാഭം? മറ്റൊരു സ്ത്രീ അയാൾ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രം അവർക്ക് ഷോക്കിംഗ് ആയെന്ന്. ഹൗ കംസ്? ഇത്രയും ദുഷ്ടനായ ഒരുത്തനോട് നിങ്ങൾക്ക് എന്തിനു ജീവിക്കണമെന്ന് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഇതിനകത്ത് 2 ആൺമക്കളാണ് ഇത് കാണുന്നത്. അമ്മ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടേണ്ടവളാണ്, അമ്മയ്ക്ക് ഇങ്ങനെ അടി കൊള്ളേണ്ടവളാണ്, എനിക്കും ഇങ്ങനെ അടിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് അതിനകത്തില്ലേ? മെയിനായിട്ട് നമ്മൾ ജീവിക്കുന്ന രീതി കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ, അത് റോങ് മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ തിരിച്ചറിവുണ്ടാകേണ്ടത് നമുക്ക് തന്നെയാണ്. മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തുക തന്നെ വേണം. സൊസൈറ്റി അല്ല നിങ്ങൾക്ക് ചാപ്പാട് തരുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുഡുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങൾ സെക്യൂർഡ് ലൈഫിലേക്ക് ഫ്യൂച്ചറിലേക്ക് പോവുകയുള്ളൂ. അവിടെ പദം പറയാനും പരാതി പറയാനും പല രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ അപരാധങ്ങൾ പറയാനും ആളുകളുണ്ടാകും. അതേസമയം അവരുടെ മുൻപിലൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ത്രാണിയും തൻ്റെടവും പെണ്ണുങ്ങൾക്കുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള അടിമത്ത വ്യവസ്ഥ തന്നെ മാറും. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ അടിമ ഉടമ വ്യവസ്ഥയിൽ നിന്ന് മാറി, ഉച്ചനീചത്വങ്ങൾ കുറഞ്ഞു, ഒക്കെ ചെയ്തിട്ടും സ്ത്രീകളൊന്നും അടിമകളാണ്. അവർക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല. ഇനി ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ ചെന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ശത്രു അവരായിരിക്കും. അവർ കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് പറയും. എന്നാലും തനിക്ക് ഏർപ്പെട്ട അപമാനത്തിനെ പറ്റി ഒരു തിരിച്ചറിവ് പെണ്ണിനുണ്ടാവില്ല. അവൾ അപ്പോഴും പറയണത് അവർ വന്ന് എന്നെ സ്ട്രൂ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം, ചേട്ടനാണ് എൻ്റെ വലുതെന്ന് പറയും. മിക്കവാറും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ ഒരു പ്രോബ്ലം പോലീസ് സ്റ്റേഷനിലോ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ കൗൺസിലിങ്ങിന് വിടുന്നത് മേ ബി ഒരു ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ 2 വ്യക്തികൾ തമ്മിലാണ് അടി കൂടുന്നത്. ചാൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ചു പോകട്ടെ എന്ന് തന്നെ എല്ലാവരും പറയും. ചേർന്ന് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇത്തരം അട്രോസിറ്റി നടത്തുന്ന ഇത്തരം ക്രിമിനലുകളായ പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം അതാണായാലും പെണ്ണായാലും ജീവിക്കാതിരിക്കുക എന്നുള്ള നമ്മുടെ അവകാശമാണ്. അവകാശ നിഷേധം നമ്മൾ സ്വയം നടത്തിയിട്ട് പിന്നെ ഇരുന്നിട്ട് ഞാൻ അമ്മാവിന് വേണ്ടിയിട്ട് ചെയ്തില്ല, അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്തില്ല, ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ യു ആർ ബ്ലെയിമിങ് ഓൾ ദ പീപ്പിൾസ്. ആക്ച്വലി നിങ്ങളാണ് കുറ്റവാളി, നിങ്ങളാണ് കുഴപ്പം. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ മുഴുക്കിരുന്ന് അങ്ങോട്ട് പറയുകയാണ്. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവർക്ക് വേണ്ടി ഇവർക്ക്. എന്നിട്ട് അവരെന്ത് തന്നു? അദ്ദേഹവും മരിച്ചുപോയി, ഇവരുടെ അമ്മായച്ചനും മരിച്ചു പോയപ്പോഴത്തേക്കാണ് അവർ പുറത്തേക്ക് വന്ന് കാര്യം പറയണത്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ പിന്നെ അറിയുകയില്ല. ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കിട്ടിയില്ല, മറ്റൊരാൾക്ക് കിട്ടി. അതായത് മേതിൽ ദേവികയെ പറ്റിയും കുറേ പറയുന്നുണ്ട്. ആ സ്ത്രീക്ക് മനസ്സിലായി ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഹീസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ഹർ, അതല്ല ഒരു ലൈഫ് എന്ന് മനസ്സിലാക്കി അവർ സലാം പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അതാണ് ജെനുവനായിട്ടുള്ള പിരിഞ്ഞു പോകൽ. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായ ആ സ്ത്രീ പിന്നെയും ജെനുവനാണെന്ന് ഞാൻ പറയും. സരിതയ്ക്ക് ആ ഒരു അക്സെപ്റ്റൻസ് എനിക്കില്ല. കാരണം ആദ്യത്തെ റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു, സെക്കൻഡാണ് ഇത്. പിന്നെ ഇതിനകത്തും കിടന്ന് ഇങ്ങനെ തല്ലും പിടിയും കൂടുന്നതിനേക്കാൾ എത്രയും ഇനി ആ കുഞ്ഞുങ്ങളുടെ ഭാവി. ഒന്നാതെ ഈ മീ ടു ക്യാമ്പയിനിലൊക്കെ ഉള്ള ഒരു വൃത്തികെട്ട ക്യാരക്ടറായിട്ടാണ് മുകേഷ് നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം പിന്നെ ഇനി മുന്തിൻ്റെ കൂടെ തള്ളുന്ന രീതിയിൽ സരിത ഇത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു പഴയ ഇതാണ്, എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.